കൊണ 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 കൊണ. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ആ ടോണി അച്ചായൻ ഒരുപാട് പേർക്ക് വീടും, ഒരുപാട് മക്കളുണ്ട് പഠിക്കാൻ, ഉന്നത നിലയിൽ പഠിച്ചിട്ട് ഉയരാൻ പറ്റുന്ന മക്കൾ. ആ മക്കൾക്ക് പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വീട്ടുകാർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ടോണി അച്ഛൻ അതുവരെ സാധിച്ചു കൊടുത്തിട്ടില്ലേ? ഈ പറയുന്ന നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ സ്വന്തം കുട്ടികൾ, സ്വന്തം വീട്ടിലെ ആൾക്കാർ, മറ്റവർ, കൂട്ടുകാർ, അവരാണ് നിങ്ങൾക്ക് വലുത്. പിന്നെ കുറേ പറയുന്നുണ്ട്, അച്ചായ ഇങ്ങനെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതല്ലോ, എന്തിനാണിങ്ങനെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്? നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ഈ പറയുന്നവർ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ഈ അച്ചായൻ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അച്ചായൻ അതിൽ നിന്നൊരു തുക കിട്ടും. ആ തുക എടുത്തിട്ട് ആ തുകേനെ കൊണ്ടും പാവങ്ങളെ സഹായിക്കാലോ എന്നുള്ള ചിന്താഗതി, മൈൻഡ് ഉണ്ട്. അതിൽ നിന്ന് വരുമാനം കിട്ടുമല്ലോ. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് നല്ലത് ചെയ്തുകൂടാ. കുറേ കാലം മുമ്പോട്ട് ഒരു രേണുസുതി എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ ആ നല്ല മനുഷ്യൻ ഒരു വീട് വെച്ചു കൊടുത്തു. ആ പാവം അനുഭവിക്കാത്ത വിഷമങ്ങളില്ല. അതേ അവസ്ഥയാണിപ്പോൾ അച്ചായന് വന്നിട്ടുള്ളത്. നിങ്ങൾ അച്ചായൻ്റെ ഓരോ വീഡിയോ എടുത്തിട്ട് കാണണം. അവരിപ്പോൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് തെറ്റ്? അവർ ആ പൈസയും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അവരുടെ ജ്വല്ലറി പോയിട്ട് നിങ്ങളെല്ലാം പോയിട്ട് ഒരു ഗോൾഡെല്ലാം എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് സാധാ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അച്ചായൻ. എത്ര കുട്ടികൾ ഇന്ന് പഠിക്കാൻ പൈസ ഇല്ലാണ്ട് അലഞ്ഞു നിൽക്കുന്നുണ്ട്. എത്രയോ സ്കില്ലുള്ള കുട്ടികൾ പഠിപ്പിക്കാൻ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് വീട്ടിൽ നിന്നിട്ട് അവർക്ക് പഠിക്കണം. മറ്റുള്ള കുട്ടികൾ പഠിച്ച് ഉയർന്ന നിലയിലെത്തുന്ന സമയത്ത് ഈ കുട്ടിക്ക് പഠിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. പഠിപ്പിച്ചു കൊടുക്കാൻ വീട്ടുകാർക്ക് സാധ്യത ഉണ്ടാവില്ല. വീട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇതേപോലത്തെ പാവപ്പെട്ട മക്കളെ സഹായിക്കുന്നില്ല ഈ അച്ചായൻ. എത്രയോ ആൾക്കാരുടെ സ്വപ്നമാണ് അച്ചായൻ സാധിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്നും എന്താ നിങ്ങൾ പറയാത്തത്? ഒരു ചെറിയ എന്തോ ഒരു കാര്യം, ഏതോ ഒരു മീശ മുളക്കാത്ത ഒരു പയ്യൻ വന്നിട്ട് രണ്ട് കൊണാന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴും തന്നെ അച്ചായൻ അങ്ങ് ഇതായിപ്പോയാ. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ് ആ അച്ചായൻ, ടോണി അച്ചായൻ. ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ക്യാഷ് വേണ്ടിയിട്ടല്ലേ? അവർക്കത് യൂട്യൂബിലായിക്കോട്ടെ, ഇൻസ്റ്റയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്കത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ നിന്നൊരു വരുമാനം കിട്ടും. ആ വരുമാനം അവർ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അൽമാരിൽ സേഫിലാക്കി ഇട്ടിയാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന പരിപാടി അവർക്കില്ല. അവർ ആ പൈസയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെ കൊണ്ട് അവർ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അല്ല നിന്നെപ്പോലെയുള്ള കൊണ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട്
കണ്ടവരെ ഇനി അവർ നല്ല നല്ല പ്രവൃത്തി ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും. ഒരുപാട് പാവപ്പെട്ടവരുടെ ദൈവമല്ല അവർ. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇപ്പം പറ്റി നമുക്കൊരു വീട് വേണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഘട്ടങ്ങളായിട്ടാണ് പൈസ കൊടുക്കുക. ഈ അച്ഛ എന്ന് പറയുന്ന വ്യക്തി 1,50,000 അവരുടെ കയ്യിലും കോൺട്രാക്ടറുകാരൻ്റെ കയ്യിൽ 3,50,000 കൊടുത്തിട്ടാണുള്ളത്. അതറിയില്ലേ? എന്നിട്ട് എന്തിനാണ് ആ മനുഷ്യനിങ്ങനെ ക്രൂശിക്കുന്നത്? ദൈവം പൊറുക്കൂല. ഏതോ ഒരു നരുന്ത് പയ്യെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഓരോന്ന് വരും.